ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5:30 മണിയാണ്. ഈ 5:30 മണിക്ക് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കവിടെ സ്കിൻ ഡോക്ടറിനെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇട്ടേക്കുന്ന ഈ ബാഗ് വാങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തിട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് മറന്നു പോകുമെന്ന് കരുതി ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ എടുത്ത് തോളത്ത് തൂക്കി കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് എൻ്റെ മരുന്നും കുറിപ്പടികളെല്ലാം. അപ്പോൾ ഇതെങ്ങനെ മറന്നു പോയാൽ പിന്നെ ഞാൻ തിരുവനന്തപുരം വരെ പോയത് വെറുതെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബാഗും തൂക്കി പോകുമ്പോൾ എനിക്ക് പച്ചക്കുതിര സിനിമയിൽ ദിലീപിൻ്റെ അനിയൻ ബാഗിട്ടിട്ട് പോകില്ലേ, എനിക്ക് ഏതാണ്ടൊക്കെ അങ്ങനെയാണ് തോന്നി കേട്ടോ. പെട്ടെന്ന് ആ സിനിമ ഓർമ്മ വന്നു. അപ്പോൾ ഇത് നേരമൊക്കെ ഒന്ന് വെളുത്ത് വരുന്നതേ ഉള്ളേ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. കുറേ നേരമായിട്ട് ഇങ്ങനെ ബസ് കാത്ത് നിൽക്കണം കേട്ടോ. അവസാനം നമ്മുടെ വണ്ടി വന്നു. ഇതാണ് 6:15 ബസ് കേട്ടോ. ഇത് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബസ്സിൽ കയറി കിട്ടിയ സീറ്റിലങ്ങ് ഇരുന്നേ. ബസ്സിൽ പാട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറിയ സമയത്ത് യേശുപ്പൻ്റെ പാട്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും ഞങ്ങൾ പള്ളിയിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആദ്യമൊക്കെ ഭക്തിഗാനങ്ങളായിരുന്നെങ്കിലും പിന്നീട് പഴയ പാട്ടുകളായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ അവസാനം നമ്മുടെ മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ അത് ഈ റോഡിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ ചെടികൾ ഇങ്ങനെ നട്ടിട്ടുണ്ട്. കൂടുതലും തെറ്റിയാണ് കേട്ടോ, എല്ലാം പൂത്ത് നിൽപ്പുണ്ട്. പണ്ടൊക്കെ എനിക്ക് ചെടികൾ കാണുമ്പോൾ ഇങ്ങനെ വിരിവിരിക്കുമായിരുന്നു കേട്ടോ, അതിങ്ങനെ എടുത്തുകൊണ്ട് വരാനായിട്ട്. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ആ ചെടികളോടുള്ള എൻ്റെ താല്പര്യം അങ്ങോട്ട് കുറഞ്ഞു കേട്ടോ. പിന്നെ ടോക്കൺ എടുത്തു, ഡോക്ടറിനെ കണ്ടു. ഒരു 11 മണിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സാധാരണ മെഡിക്കൽ കോളേജിൽ പോയാൽ രാവിലെ പോയി വൈകുന്നേരത്താണ് ഇറങ്ങുന്നത്. നമുക്കൊരു 11 മണിയായപ്പോൾ കഴിഞ്ഞു കേട്ടോ. ആ ഇടയ്ക്ക് കാണിച്ച സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോ കാണുന്നത് കേട്ടോ. ഫോൺ എടുത്ത് ക്യാമറയൊക്കെ ഓണാക്കി വന്നപ്പോൾ സ്റ്റുഡിയോ മാഞ്ഞു പോയി. പിന്നെ കടയിൽ കയറി ഒരു പപ്സും വെള്ളവും കുടിച്ചു. പിന്നെ പലവ്യഞ്ജന കടയിൽ കയറി ഒരു മാവ് മേടിക്കാൻ കയറിയതാണ്. പിന്നെ വീട്ടിലില്ലാത്ത സകല സാധനങ്ങളും അവിടെ നിന്ന് മേടിക്കേണ്ടി വന്നേ. ഈ വരണ്ടായിരുന്നു, കടയിൽ കയറണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് ഈ ആനവണ്ടിയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി പിടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.